ഓക്കെ ഹായ് ഗൈസ്, നമ്മളിന്നാണെങ്കിൽ ഒരു പഴയ നമ്മുടെ ഉപയോഗിച്ച തീർന്ന അല്ലെങ്കിൽ കട്ടയായിപ്പോയ കളർ ബോട്ടിൽസ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഇന്ന്. അപ്പം ഞാൻ ഓൾറെഡി ഒരു പച്ച ബോട്ടിൽ ആ വെള്ളത്തിൽ, ഇത് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്ന പാത്രത്തിൽ. അപ്പം നമ്മൾ അതിൽ ഓൾറെഡി ചൂടുവെള്ളം ഒരു പച്ച ബോട്ടിൽ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് തന്നെ ഒരു പച്ച കളർ. അപ്പോൾ ഞാൻ എല്ലാ ബോട്ടിൽസും അതിലേക്ക് പെറുക്കി ഇടുന്നുണ്ട്. വിഷ്വൽസ് ഞാൻ അത്ര ക്ലിയർ ആയിട്ടുണ്ടല്ല. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഈ ബോട്ടിൽസ് ആദ്യം തന്നെ എല്ലാം. അത് കഴിഞ്ഞിട്ട് എല്ലാം നല്ല കമത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ടാണിത് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഓരോ ബോട്ടിൽസായിട്ട് എടുത്തിട്ട്, ബോട്ടിലെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ട്, അപ്പം ഓരോ ബോട്ടിൽസായിട്ട് അത് എടുത്തിട്ട് അതിനകത്ത് ഈ കളേഴ്സ് ക്ലീൻ ചെയ്ത് കളയണം. ഒരു കത്തിയോ ബ്രഷ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. ഞാനവിടെ കത്തി എടുത്തിരിക്കുന്നത്. അത് വെച്ചിങ്ങനെ അതിൻ്റെ കളേഴ്സ് ഇങ്ങനെ ഇളക്കുമ്പോൾ ആ കളേഴ്സ് ഇതുപോലെ പുറത്തേക്ക് വരും. അതിങ്ങനെ ഒറ്റ ഒരു ഇതായി മാറിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ട്. ഞാനത് കാണിച്ചു തരുന്ന ഇതാണ് കേട്ടോ. അത് എൻ്റെ കൈ വെച്ചത് എനിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് തന്നെ സ്റ്റിക്കായിപ്പോയി. അത് കത്തി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഭയങ്കര ഈസിയാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ ഈ കളറ് ബോട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കളർ മാത്രം ഒരു ഇതായിട്ട് പോകും. അത് കളയാൻ ഒട്ടും അത്ര പ്രയാസം ഇല്ല. എൻ്റെ ആ ബോട്ടിൽ നിറയെ അത്രയും കളർ, അത്രയും ക്വാണ്ടിറ്റി കളർ എൻ്റെ കട്ടിയായിപ്പോയി. അത് കാരണം കൊണ്ടാണ് അത് ചെയ്യാൻ ഇത്രയും പ്രയാസം വന്നത്. ഓക്കെ, ഇനി ആ ബോട്ടിലിന് പുറത്തുള്ള സ്റ്റിക്കർ ഇളക്കി കളയാൻ. അത് ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പശയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചൂടുവെള്ളത്തിൽ ഇടാതെ നമ്മളത് ഇളക്കുകയാണെങ്കിൽ ആ ബോട്ടിൽ ഒരു ചെറിയ പശയുടെ ഇതുണ്ടാവും. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇളക്കി എടുക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പശയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. അങ്ങനെ നമ്മൾ എല്ലാ ബോട്ടിൽസും ഏകദേശം 6 ബോട്ടിൽസ് 6-7 ബോട്ടിൽസ് ഉണ്ട്. അത് എല്ലാം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ആക്ച്വലി കളർ തീർന്നതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ ഈ ബോട്ടിൽസിനകത്തുണ്ടായിരുന്ന കളറ് കട്ടിയായി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇത്രയും ഞാനാണെങ്കിൽ ബാൽക്കണിയിലാണ് ഈ ഡ്രോയിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ, പെയിൻറ്റിങ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പം അതവിടെ ഇങ്ങനെ ഇരുന്ന് കട്ടിയായി പോയതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ അത്രയും ബോട്ടിൽസ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ചില ബോട്ടിൽസിൽ തീർന്നതാണ് കളർ, ഉപയോഗിച്ച് തീർന്ന കുപ്പികളും ഉണ്ട്. ചിലത് ഈ ബ്ലൂ ഒക്കെ എന്നിട്ട് ഒട്ടും യൂസ് ചെയ്ത് തീർന്നിട്ടുള്ള കളേഴ്സല്ല, വെറുതെ ഇരുന്ന് കട്ടിയായി പോയതാണ് അതൊക്കെ. നമ്മളതൊക്കെ അതിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഒരു ലോഡ് കണ്ടോ, അത്രയും നല്ല ഫുൾ കളേഴ്സാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ബട്ട് കാണുമ്പോൾ സങ്കടമുണ്ട്. എല്ലാവർക്കും എന്നെപ്പോലെ ഇങ്ങനെ കളേഴ്സൊക്കെ വാങ്ങിക്കുന്ന എല്ലാവർക്കും സങ്കടം ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ കട്ടിയായിപ്പോയി. ഇനി അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് കാര്യം എന്ന് പറഞ്ഞാൽ അക്രിലിക് പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഓൾറെഡി വൺസ് ഇത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വാട്ടർ കളർ പോലെ. അപ്പോൾ അതങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കുപ്പികളും ഇങ്ങനെ കഴിവെടുക്കാം. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്, ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. അതുകൊണ്ട് ലൈറ്റൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പോൾ ക്ലിയർ ആയിക്കോളും. ഈ നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പച്ച കളർ അത്ര കട്ടിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ അതത്ര കട്ടിയായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലൊക്കെ കളറൊക്കെ ആയി. അത് വേണമെങ്കിൽ എടുക്കാതിരിക്കാമായിരുന്നു. ഇനിയിപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേണ്ടാന്ന് വെച്ചപ്പോൾ ഞാൻ അത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളയാം. ഓക്കെ, ദാറ്റ്സ് മൈ ഫേവറേറ്റ് കളറായിരുന്നു ആ ഗ്രീൻ. പക്ഷേ ഈ യെല്ലോ ഒക്കെ ഫുൾ കളർ യൂസ് ചെയ്ത് തീർന്ന കളേഴ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത്, ഇത് നല്ലൊരു രസമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഇങ്ങനെ വെള്ളത്തിൽ. പണ്ടേ എനിക്ക് കളേഴ്സിൽ കളിക്കുന്ന ഇങ്ങനെ ഇഷ്ടമുള്ളതാണ്. അത് വെള്ളയാണ്. അതിൽ നിന്നൊക്കെ ഇങ്ങനെ കളർ ഇളകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇപ്പോൾ ടോട്ടൽ എത്രയായി? 6 ബോട്ടിൽസായി. മൊത്തം 7 ബോട്ടിൽസാണുള്ളത്. ആ ഗ്രീൻ കളർ ബോട്ടിലും കൂടെ ആണുള്ളത്. നമുക്കിപ്പോൾ ഇതാണ് അതിൽ നിന്ന് പോകുന്ന കളറും സ്റ്റിക്കേഴ്സും ഒക്കെ ഞാൻ അതിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ നോക്കാം. അപ്പം ഓക്കെ, നെക്സ്റ്റ് ഡേ രാവിലെയായി. ഞാൻ ബോട്ടിൽസൊക്കെ രാത്രിയിൽ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്.
ഇനി നമുക്ക് ഈ ഓരോ ബോട്ടിൽസ് എന്ത് ചെയ്യാമെന്നറിയോ, ഇത് വെള്ളത്തിൽ നിന്ന് നമുക്ക് പുറത്തെടുത്തിട്ട് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട്, ഒരു പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കാം. ഓക്കെ, ഓരോന്നും തുടച്ചെടുത്ത് വെക്കണം കേട്ടോ. ഇതിങ്ങനെ കഴുകി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുഞ്ഞു ബോട്ടിൽസ് ആയതുകൊണ്ടേ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, നല്ല രസമാണ് ഇത് കാണാൻ. എനിക്ക് ഇതൊന്നും പ്രത്യേകിച്ച് ഇതിലൊന്നും വരയ്ക്കുമോ ഒന്നും ഒരാർട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഈ ബോട്ടിൽസ് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം. ഓക്കേ, ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് തുടച്ചെടുക്കാൻ. അതും കൂടെ തുടച്ചെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു, ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതിൽ എന്തൊരു ആർട്ട് വർക്കാണ് ഇതിൽ ഈ ബോട്ടിൽസിൽ ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പ്ലാനുണ്ട്. അപ്പം ഇതാണ് നമ്മൾ തുടച്ചെടുത്ത നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള കുപ്പീസ്. ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെറിയ എന്തെങ്കിലും ആർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ ആ ക്യൂട്ടായിട്ടുള്ള കുപ്പി കാണാൻ എന്നെ ഭംഗിയാന്ന് നോക്കി. ഞാൻ ഇത് ആലോചിച്ച് അവിടെയൊക്കെ പോയി തപ്പിയിട്ട് കുറച്ച് റിബൺസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിബൺസ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റിബൺ കുറച്ച് വീതി കൂടിയതാണ്. അത് കിട്ടിയ അത്ര സ്യൂട്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, കുറച്ച് വലുതായിട്ട് തോന്നും. പിന്നെ ഒരു ഗ്രീൻ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഏകദേശം ഒരേ അളവിൽ എല്ലാ റിബൺസും കട്ട് ചെയ്തെടുത്തിട്ട് അത് ഞാനിങ്ങനെ അതിൻ്റെ ആ എന്താ പറയുക, ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തിങ്ങനെ ഭാഗത്തിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. നമ്മൾ ഈ കുട്ടികളുടെ മുടിയിലൊക്കെ റിബൺ കെട്ടിക്കൊടുക്കുന്ന പോലെ. ഇനി നിങ്ങൾക്കിങ്ങനെ ചുറ്റും കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കാം. ഇനി അങ്ങനെ കെട്ടി വെക്കണ്ട, അല്ലാതെ എന്തെങ്കിലും അത് ഒട്ടിച്ചു കൊടുക്കാനാണ് അവിടെ ഇഷ്ടം. ഇങ്ങനെ ഒരു റിബൺ പോലെ ആക്കിയിട്ട് ഒട്ടിച്ച് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാലും മതി. ഞാനിങ്ങനെ കെട്ടിക്കൊടുത്തേക്കാം. കാണുമ്പോഴൊരു നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ബോട്ടിൽസിന് എല്ലാത്തിനും ചെയ്തെടുക്കാമേ. ഓക്കെ, അതാണ് ഇപ്പോൾ കേട്ടോ, ഞാൻ എല്ലാ ബോട്ടിൽസിനും നമ്മുടെ പിങ്കും ഗ്രീനും ആയിട്ടുള്ള റിബൺസ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പം ഇതിൽ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഇനി ഇതിൽ നിന്നൊരു ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും ഒരു ഡിഫറൻസ് എന്ന് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു റെഡ് കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ പെയിൻറ്റ് ഈ ബോട്ടിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നല്ല തിക്കായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്ന അക്രിലിക്കിൻ്റെ തന്നെ പെയിൻ്റാണ്. അപ്പം ഞാനാണെങ്കിൽ ഇതിൽ റെഡ് കളർ അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിയും.
ജസ്റ്റ് ഓൾമോസ്റ്റ് ആയി. അപ്പോൾ ഇനി ഇതെല്ലാം അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ബോട്ടിൽസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഒരു ഭംഗിക്ക് വേണ്ടി റെഡ് കളർ അടിച്ച ബോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചൊരു ചെറിയ ഭയങ്കര കാണാൻ രസമുള്ളൊരു പൂവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം കാണാൻ എന്ത് ഭംഗിയുണ്ട്, നല്ല രസമായിരിക്കും.